ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കാർഡിനൽ ക്ലീമീസ്, അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവേ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനാരോഹണവും കഴിഞ്ഞ് ആദ്യമായി തലസ്ഥാന നഗരിയിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന് ലൂർദ് ഫൊറോന ദൈവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഈ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കേരള ലത്തീൻ സഭയുടെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അനുമോദനവും പ്രാർത്ഥന ആശംസകളും ഈ സന്ദർഭത്തിൽ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന് ഞാൻ സന്തോഷപൂർവ്വം നേരുന്നു. സഭാ സംവിധാനത്തിൽ നേതൃത്വം വഹിക്കുന്നവരെ ഇടയന്മാർ എന്നാണ് വിളിക്കുക. തിരഞ്ഞെടുപ്പിലൂടെയോ നിയമനത്തിലൂടെയോ ആണ് ഇടയന്മാർ നിയോഗിക്കപ്പെടുക. ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായവരെ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ അജഗണങ്ങൾക്ക് ഇടയന്മാരായി നൽകുന്നു എന്നതാണ് സഭയുടെ പാരമ്പര്യവും വിശ്വാസവും. ഈ തത്വം ഒരിക്കൽ കൂടി അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ ഈ ദിവസങ്ങളിൽ നാം കണ്ടത്. വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായ ഉത്തരവാദിത്വങ്ങളാണ് ഇപ്പോൾ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമായി 34 രൂപതകളുള്ള ഒരു വ്യക്തിഗത സഭയാണ് കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭ. പ്രേക്ഷിത രംഗത്തും മിഷൻ പ്രവർത്തന രംഗത്തും ഭാരത സഭയ്ക്ക് സീറോ മലബാർ സഭ നൽകുന്ന സേവനം നിസ്തുലമാണ്. മാത്രമല്ല, കേരളത്തിനും പൊതുസമൂഹത്തിന് സീറോ മലബാർ സഭ അംഗങ്ങൾ നൽകുന്ന സേവനം സമാനതകളില്ലാത്തതുമാണ്. അങ്ങനെ പല കാരണങ്ങളാൽ സമ്പുഷ്ടവും സമ്പന്നവുമായ സീറോ മലബാർ സഭയുടെ സാരഥ്യം അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിൽ വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായും ദൈവ നിശ്ചയമാണെന്നാണ് എൻ്റെ ബോധ്യം. വ്യക്തിപരമായി തട്ടിൽ പിതാവിനെ വളരെ അടുത്തറിയില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിളിൽ യേശുവിൻ്റെ അടുക്കലെത്തുന്ന നത്താനീലിനെ കണ്ട് യേശു പറഞ്ഞ വചനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നിഷ്കളങ്കനായ ഒരു തൃശ്ശൂർക്കാരൻ, ആഴത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ, ഹൃദയം തുറന്ന് എല്ലാവരോടും സംവദിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹി. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പിതാവിന് ഏറ്റവും യോജിച്ചതായി എനിക്ക് തോന്നുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഏക സഭാ ശുശ്രൂഷകനാണ് അഭിവന്യ തട്ടിൽ പിതാവ്. അദ്ദേഹം നൽകിയ പല സന്ദേശങ്ങളും വചനവിചിന്തനങ്ങളും ആമുഖങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ വെച്ച് നടത്തിയ സ്ഥാനാരോഹണ ശുശ്രൂഷ മധ്യേ നൽകിയ സന്ദേശത്തിലെ ഒരു ഭാഗമാണ്. താൻ ഏറ്റെടുത്ത മേജർ ആർച്ച് ബിഷപ്പ് പദവിയുടെയും ഉത്തരവാദിത്വങ്ങളുടെയും കാനോനിക ക്ലാസിക്കൽ ആഖ്യാനവും വ്യാഖ്യാനവുമെല്ലാം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പിതാവ് പറഞ്ഞത് ഏതാണ്ട് പ്രകാരമാണ്. എൻ്റെ ദൗത്യം ലളിതമായി പറഞ്ഞാൽ അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കലിൻ്റെയും
നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചിട്ടുള്ള തത്രപ്പാടിൻ്റെയും ഒരു ദൗത്യം എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ വ്യാഖ്യാനം നമുക്ക് അദ്ദേഹം നൽകിയത്. ലളിതമെന്ന് തോന്നാമെങ്കിലും എത്ര അർത്ഥസമ്പുഷ്ടമാണ് ഈ വാക്കുകൾ. അതേ, ദൈവഭവനം വെടിപ്പാക്കുന്നതിൻ്റെയും അകന്നുപോയ ദൈവജനത്തെ തിരികെ കൊണ്ടുവരുന്നതിൻ്റെയും അതിവിശിഷ്ടവും അതിസങ്കീർണവുമായ അങ്ങയുടെ ദൗത്യത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നാഥനും ജീവനാഥാവുമായ പരിശുദ്ധാത്മാവാണ് സഭയുടെ ചൈതന്യം. നിത്യചൈതന്യവും പരിശുദ്ധാത്മാവാണ്. ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നിദാനവും പരിശുദ്ധാത്മാവാണ്. സഭാസമൂഹം നിരന്തരം വിളിക്കപ്പെടുന്നത് നവീകരണത്തിനാണ്. ആത്മാവിൻ്റെ പ്രേരണകൾക്കും പ്രചോദനങ്ങൾക്കും ചലനങ്ങൾക്കും നമ്മളെപ്പോഴും തുറവിയുള്ളവരാവുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഐക്യവും വൈവിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. രണ്ടും അംഗീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സത്യത്തിൽ കാർക്കശ്യത്തിൻ്റെ വടി പ്രയോഗിക്കുന്നതിനേക്കാൾ അനുരഞ്ജനത്തിനുതകുന്ന കാരുണ്യത്തിൻ്റെ ഔഷധം പുരട്ടുക എന്നതാണ് സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റാഫേൽ തടിൽ പിതാവ് കരസ്മാറ്റിക് ചൈതന്യം വളരെ കൂടുതൽ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു പിതാവാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരുത്തും. ആ കരുത്തിലാണ് സഭയും പൊതുസമൂഹവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പിതാവിന് ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനകളും പിൻബലവും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടാകും. ദൈവം അങ്ങയുടെ ശുശ്രൂഷയെ ഫലപ്രദമാകട്ടെ. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരിടയനായി ഈ കാലഘട്ടത്തിൽ സേവനം ചെയ്യുവാൻ, നേതൃത്വം നൽകുവാൻ അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.